മോർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇടുക്കിയിലോട്ടൊരു വൺ ഡേ ട്രിപ്പ് പോവുക. വലിയ പ്ലാനിംഗ് ഒന്നുമില്ല, പറ്റുന്നിടത്തോളമൊക്കെ കണ്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരിക. നമ്മൾ എരുമേലിൽ എത്തിയപ്പോഴാട്ടോ ഈ പേട്ടതുള്ളൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് പാഞ്ചാലിമേട്ടിലേക്കാണ്. ഞാൻ ഇതുവരെ അവിടെയും പോയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ക്ലൈമറ്റ് സൂപ്പറായിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിലും നമ്മൾ ഒട്ടും അറിയത്തില്ല വെയിൽ, കാരണം അത്ര തണുപ്പുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് നമ്മൾ വെയിലത്ത് കിടന്നാലും വിയർക്കത്തും ഇല്ല. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പാഞ്ചാലിമേട്ടിലാണ്. ഇപ്പം വെയിലുണ്ടെങ്കിലും കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോകാം. പക്ഷേ ഒരു കുടയുള്ളത് നല്ലതാണ്. നമ്മൾ പോയപ്പോൾ അവിടെ സെറൈൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പോൾ ഈ മണ്ഡലകാലമായിട്ട് റോഡൊക്കെ ഭയങ്കര തിരക്കാണെങ്കിലും ഇവിടെയൊക്കെ അത്ര ആളൊന്നും കണ്ടില്ല. ഇവിടെ ആൾ കുറവായിരുന്നു. അവിടെ പിന്നെ ഒരുപാട് ഡാൻഡ്ലിയോൺസ് ടൈപ്പൊക്കെ കുറേ ഫ്ലവേഴ്സ് കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ എവിടെ ട്രിപ്പ് പോയാലും ഒരു നേരത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് അത് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ രണ്ടുപേരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എനിക്ക് അമ്മ രാവിലെ ദോശ ഉണ്ടാക്കി തന്നു വിട്ടു. എന്നിട്ട് നമ്മൾ കഴിച്ചിട്ടാണ് മേലേക്ക് പോയത്. അവിടെ പോയാൽ നമ്മൾ വ്യൂ പോയിന്റ് വല്ല കുറച്ചൊക്കെ ഇങ്ങനെ കാണാം. ബട്ട് നമ്മൾ പെർ ഹെഡ് 25 റുപ്പീസും ക്യാമറ അലോ ചെയ്യണമെങ്കിൽ 50 റുപ്പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ അതുകൊണ്ട് കയറിയല്ലേ, കുറച്ച് ഫോട്ടോസ് എടുക്കാന്നൊക്കെ പറഞ്ഞ് താഴെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. എല്ലാവരും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഈ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ ബൈക്കിൽ പോകണം. അത് വേറൊരു വൈബാണ്. പാഞ്ചാലിമേട് പോയിട്ട് അവിടുന്ന് തിരിച്ച് നേരെ അമ്മച്ചി കൊട്ടാരത്തിൽ വന്നു. പക്ഷെ ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല, പ്രത്യേകിച്ച് കാണാനും വേണ്ടി ഒന്നുമില്ല. പിന്നെ കാണിച്ചു തരാം അമ്മച്ചി കൊട്ടാരം. 200 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവ് തൻ്റെ രാജ്ഞിക്കായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ ഈ കൊട്ടാരം. ഇപ്പോൾ പക്ഷേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെയൊക്കെ കിടക്കുകയാണ്. അകത്തൊന്നും വലിയ കാണാൻ വേണ്ടി ഒന്നുമില്ല. അവിടെ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ഒരു പുള്ളിക്കാരനുണ്ട്, ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാണ്. ഒരാൾക്ക് 100, 50 എന്നൊക്കെ പറയും. അതുകൊണ്ട് അധികം ആരും അങ്ങനെ കയറിയില്ല, കുറച്ച് പേരൊക്കെ കയറിയുള്ളൂ. നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ചു. ഈ ജില്ലയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ബ്യൂട്ടി. നമ്മൾ എത്ര കണ്ടാലും മടുക്കില്ല, എത്ര വന്നാലും നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനേ തോന്നത്തുള്ളൂ. നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് പനന്നുങ്ക് കണ്ടത്. അപ്പം അത് വാങ്ങാൻ നിർത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കരിക്കിനേക്കാളും ഇഷ്ടമാണ് പനന്നുങ്ക്. കരിക്കും പനന്നുങ്കും കൂടെ വെച്ചാൽ ഞാൻ ഈ നൊങ്കായിരിക്കും ചൂസ് ചെയ്യുക. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സംഭവം. എന്നിട്ട് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റ് എത്തി. അവിടെ അങ്ങനെ ഒരുപാട് ആളില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ടും പിന്നെ കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. തണലും കൂടെ ഉള്ളതുകൊണ്ട് ആ തണുപ്പും അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനെ കൊണ്ട് കടകൾ നോക്കി. പക്ഷേ എന്താ പറയുക, സൺഡേ അല്ലേ, അപ്പം കടകളൊന്നും അധികം ഇല്ലായിരുന്നു. ഉള്ളതൊക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ പരുന്തുംപാറയിലെത്തി. അവിടെ ഒരുപാട് ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. രണ്ടുപേരും മാഗി പറഞ്ഞു. സംഭവം ഓവർ കുക്ക്ഡായി പോയെങ്കിലും ആ തണുപ്പത്ത് ആ ചൂട് മാഗി ഭയങ്കര ഒരു കംഫർട്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് പോയി. ഇവിടെ പരുന്തുംപാറയിൽ നിറച്ച ആളായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. മാത്രമല്ല നേരം വൈകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇന്ന് ആ വ്യൂ കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയാമോ. ആ തണുപ്പും ആ മലയുടെ ടോപ്പിൽ ഇങ്ങനെ അടിപൊളിയായിരുന്നു. നമ്മൾ ഈ കാണുന്നതല്ല, നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് ഈ ചൂടും തണുപ്പും. അങ്ങനെ തണുപ്പ് കൂടി എന്നെക്കൊണ്ട് പറ്റിയില്ല. നമ്മൾ അവിടെ തന്നെ അധികം നേരം സ്പെൻഡ് ചെയ്യാതെ പോരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.